പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് BeamNG ഡ്രൈവ്. അല്ല, ഈ ഗെയിമിൽ എന്തുട ചെയ്യണ്ടേ? ഈ ഗെയിമിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ കുറച്ച് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏതാ വണ്ടികളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഇത് നമ്മുടെ സൂപ്രയും GTR-ഉം പിന്നെ ഡോഡ്ജ് ചലഞ്ചറാണ്. മൂന്നും ലെജൻഡറി വണ്ടികളാണ്. ഈ വണ്ടികൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. ഇന്നപ്പോൾ ഞാൻ ഈ മൂന്ന് വണ്ടികളുടെ ക്രാഷ് ടെസ്റ്റ് നടത്താൻ പോവാ. ക്രാഷ് ടെസ്റ്റാ? അണ്ണാ, അതൊക്കെ വേണോ? അല്ലാണ്ട് പിന്നെ അതൊക്കെ വേണം. ഈ ഗെയിമിൽ അതൊക്കെ ചെയ്യുക. ഈ വണ്ടികൾ കൊണ്ടുപോയി ഇടിച്ച് പരിപ്പെടുക്കുക. അതാണ് ഈ ഗെയിമിൽ ചെയ്യേണ്ടത്. ഇവിടെ പിന്നെ നമ്മുടെ ഷിൻചാനില്ലേ, അവൻ സൂപ്രയെ കൊണ്ടുവന്നേ. ആദ്യം നമുക്ക് സൂപ്രയുടെ ക്രാഷ് ടെസ്റ്റ് നടത്താം. ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. വണ്ടിക്ക് പിന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എടാ ഷിൻചാനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡിൽ വിട്ടോ. നല്ല സ്പീഡിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുക. അതാണ് ചെയ്യേണ്ടത്. ആണ്ണാ, ഞാനിവിടെ നല്ല സ്പീഡിൽ പോവുണ്ട്. വണ്ടിക്ക് പിന്നെ നല്ല സ്പീഡുണ്ട്. ഇപ്പൊ തന്നെ 200 കടന്നു. എനിക്ക് തോന്നണതേ ഈ വണ്ടി 300-ന്റെ മേലെ പോകുന്ന. സൂപ്പറല്ലേ, 300-ഒക്കെ കടക്കും. അണ്ണാ, നമ്മുടെ സ്ഥലത്തേറായി. വണ്ടിയുടെ കാര്യത്തില് ഒരു തീരുമാനമില്ല. ആടാ ഷിൻചാനെ, ഇതേപോലെ തന്നെയാ എല്ലാ വണ്ടികളും വെച്ച് ചെയ്യേണ്ടത്. സൂപ്പറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എല്ലാം പോയി. ഇനി വണ്ടി ഒന്നിനും കൊള്ളില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ അടുത്ത വണ്ടി GTR ആണ് കേട്ടോ. നമ്മുടെ പിഞ്ചാനാണ് GTR കൊണ്ടുവന്നത്. എടാ പിഞ്ചാനെ, പെടച്ചു കേട്ടോ, ഒന്നും നോക്കണ്ട. ആണ്ണാ, ഞാനും നല്ല സ്പീഡിൽ പോവുണ്ട്. ഈ വണ്ടിക്കും പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട്. ഇപ്പതേ 200 കടന്നു, 230 കടന്നു, 40 കടന്നു, 50 കടന്നു. ഈ വണ്ടി 300 വരെ എത്തും, അതുറപ്പാ. ഓക്കെ, 300 കടന്നേക്കാണ്. ഇനി 400 പോവോ? 400 പോവില്ല. ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്ന്, GTR അങ്ങ് ഇല്ലാണ്ടായല്ലോ. GTR-ന്റെ ബാക്ക് മാത്രമല്ലോ, ഫ്രണ്ട് മൊത്തം പോയി. ഓക്കെ, സൂപ്പറുടെയും GTR-ൻ്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിക്കാണ്. ഇനി അടുത്തത് നമ്മുടെ ഡോഡ്ജാ. ഇനി ഡോഡ്ജ് എങ്ങനെയാണോ പെർഫോം ചെയ്യുക? ഈ വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ലേ. ഇതൊരിക്കും 200 പോലും കടന്നിട്ടില്ല. സൂപ്പറും GTR-ഒക്കെ പെട്ടെന്ന് 200 കടന്നു. എൻ്റെ വണ്ടി ഇപ്പോഴാണ് 200 കടന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഡോഡ്ജ് നല്ല വണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ 240 കടന്നു. 300 എത്തില്ല. 300 എത്തില്ല. ഇവിടെ അങ്ങനെ ഡോഡ്ജിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഡോഡ്ജ് പിന്നെയും കുഴപ്പമില്ല കേട്ടാ. എന്നാലും ഈ വണ്ടി ഒന്നിനും കൊള്ളില്ല, അത് വേറെ കാര്യം. ഇനി നമുക്ക് കുറച്ച് ഇന്ത്യൻ കാർസ് കൊണ്ടുവരാം. സ്വിഫ്റ്റ് ഇന്ത്യൻ കാറല്ല, പക്ഷേ ഇന്ത്യയിൽ പോപ്പുലറാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിൻചാൻ സ്വിഫ്റ്റാണ് കൊണ്ടുവന്നത്. ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. റിയൽ ലൈഫിൽ പിന്നെ വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. ആകെ 2 സ്റ്റാറൊക്കെ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഗെയിമിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടാ ഷിൻചാനെ, കുറച്ചുകൂടി സ്പീഡിൽ പോവും. അണ്ണാ, ഈ വണ്ടിക്ക് ഇത്ര സ്പീഡുള്ളോ? 152. ഇത് സൂപ്പറ പോണ പോലെ പോകുന്നില്ല. അണ്ണൻ എന്തുട്ടീ പറയണേ? ഇവിടെ ഇപ്പോൾ സ്വിഫ്റ്റ് വലിയ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എടാ ഷിൻചാനെ, നേരത്തെ സൂപ്പറയില്ലേ, അത് 200-ന്റെ മേലെ പോയേ. അതുകൊണ്ടാണ് അത് തവിടുപൊടിയേ. സ്വിഫ്റ്റ് പക്ഷേ വലിയ സ്പീഡിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തത് നമ്മുടെ i20 ആണ്. പിഞ്ചാനാണ് i20 കൊണ്ടുവന്നത്. ഇനി ഇത് എങ്ങനെയാണോ പെർഫോം ചെയ്യുക? അങ്ങനെ i20-യുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇത് പക്ഷേ സ്വിഫ്റ്റിനേക്കാളും ഭേദാ. ഈ വണ്ടിയിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ സേഫാ. അടുത്തത് ഞാൻ കൊണ്ടുവന്ന വണ്ടി കിയ സെൽട്ടോസ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി സോണറ്റാണ് ഉദ്ദേശിച്ചത്, കാരണം എൻ്റെ വണ്ടി സോണറ്റാണല്ലോ. സോണറ്റിൻ്റെ പക്ഷേ മോഡ് കിട്ടാനില്ല.
അതുകൊണ്ടാണ് സെൽട്ടോസ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കിയ സെൽട്ടോസ് എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഈ വണ്ടിക്ക് പിന്നെയും സ്പീഡുണ്ട്. 200-ൻ്റെ മേലെ പോവോ? ഏയ്, ഈ വണ്ടി 200-ൻ്റെ മേലെ പോവില്ല. 180 കടന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ കിയ സെൽട്ടോസും വലിയ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മൊത്തത്തിൽ പോയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും, എന്നാലും ചാൻസ് കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനിയും വണ്ടികളൊക്കെ വെച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യും. അതിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.